നമസ്കാരം, ഞാൻ ലിറ്റി. ഇത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയാണ്. ഇന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത് എളുപ്പത്തിൽ ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഓരോരോ റെസിപ്പീസ്, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് കുക്കറിൽ തയ്യാറാക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. 3 സബോള, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി അത് ചതച്ച് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് അത് കീറിയത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റൈസ് ഡീലക്സ് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ബസ്മതിയുടെ ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, നാരങ്ങയുടെ ഒരു ഹാഫ്, പിന്നെ കുരുമുളകുണ്ട്, പട്ടിയുണ്ട്, ജാതിപത്രി, തക്കോലം, പിന്നെ ഗ്രാമ്പുണ്ട്. പിന്നെ ഞാനൊരല്പം കേട് എടുത്തിട്ടുണ്ട്. ഇവിടെ യോഗട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് നാട്ടിൽ തൈര് കിട്ടുവാണെങ്കിൽ തൈര് എടുക്കാം. റൈസ് ഞാനൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം ഞാനത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ തന്നെ ഒരു അര കിലോയോളം ബീഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ മുറിച്ച് ഒരു 2 പ്രാവശ്യം വിസിലടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് കിടക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഒരു 2.5 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. കുക്കർ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടുക, പച്ചമുളകും അതിലേക്ക് ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് സബോള അതിലേക്ക് ഇടാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളിടുക. ഞങ്ങൾ നോർമലി എല്ലാവർക്കും ഒരു കണക്കുണ്ടായിരിക്കുമല്ലോ, അതനുസരിച്ചുള്ള ഒരു ഉപ്പ് അതിലേക്ക് ഇടുക. ഇറച്ചി വേവിച്ച് വെച്ചപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടാണ് ഇറച്ചി ആദ്യം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് റൈസിന് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതിയാവും. ഇപ്പോൾ സബോള ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സാധനങ്ങൾ, കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പു എല്ലാം ഇതിലേക്ക് ഇട്ട് വഴറ്റി ചേർക്കുക. പിന്നീട് തക്കാളി അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി ഇളക്കുക. അതിൻ്റെ അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഗരം മസാലപ്പൊടി ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. കറുവാപ്പട്ടയും പെരുംജീരകവും കുരുമുളകും തക്കോലം എല്ലാം ഇട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അത്. മുളക് പൊടി ഓരോരുത്തർക്കും അവരവരുടെ എരിവിനനുസരിച്ച് അവരുടെ ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. വഴണ്ടി വന്ന സബോള, പച്ചമുളക്, തക്കാളി അതിലേക്ക് ഈ പൊടികളെല്ലാം കൂടെ ഡയറക്റ്റ് ചേർക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ, കാരണം പെട്ടെന്ന് ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനും. പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് റെഡിയാക്കി വെക്കാം. കുക്കറിൽ രാവിലെ ഒന്ന് അടുപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. ബീഫ് ഒന്ന് നേരത്തെ ഒന്ന് അടുപ്പിച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ കറക്റ്റ് 2.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. 2.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇപ്പുറത്ത് മാറ്റി വെക്കുക. തിളച്ച വെള്ളം ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. മസാല ഒരുവിധം അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം കിട്ടുന്നതാണ്. നല്ല മണവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. മല്ലിയില, പുതിനയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ഇത്രയും മതിയാവും. മല്ലിയിലയും പുതിനയിലയും ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ യോഗട്ട്, ടീസ്പൂണല്ല സാധാരണ സ്പൂണ്. പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് അതിലേക്ക് സ്ക്വീസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നത്, ഇത് ഞാൻ കുക്കറിൽ ഒരു 2 പ്രാവശ്യം വിസിലടുപ്പിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു ഇച്ചിരി വെള്ളവും ചേർത്തായിരുന്നു.
വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇപ്പോൾ ഒരുവിധം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് 2.5 ഗ്ലാസ് വെള്ളം ഇവിടെ ചൂടായി തിളച്ച് വന്നിരിപ്പുണ്ട്. അത് 2.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഞാൻ ഡയറക്റ്റ് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഡയറക്റ്റ് ചേർക്കുവാണ്. ഇത് കറക്റ്റ് 2.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം. ഇത് ഒരു പ്രാവശ്യം വിസിലടിച്ചാൽ മതിയാവും. ഒരു പ്രാവശ്യം വിസിലടിച്ച് നോർമൽ തീയിൽ ഒരു പ്രാവശ്യം വിസിലടിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. അപ്പോഴത്തേക്കും ബിരിയാണി റെഡിയാവുന്നതാണ്. ഇനി കുക്കർ ഞാൻ അടയ്ക്കുവാണ്. ഓക്കെ, കുക്കറിൽ ഒരു പ്രാവശ്യം വിസിലടിച്ച് അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് തുറന്നതിൻ്റെ ഒരു ലാസ്റ്റ് ടൈം ഞാൻ നിങ്ങളത് തുറന്ന് കാണിക്കുകയാണ്. അത് കറക്റ്റായിട്ട് വെന്തോ ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ. ഇത് ഒരു ചോറ് പോലും ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാ ചോറും നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. നിങ്ങൾക്ക് കാണാം അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ആവി പറക്കുന്ന ബീഫ് ബിരിയാണി റെഡി. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ടൈം എടുത്താൽ മതി നിങ്ങൾക്കിത് തയ്യാറാക്കാനായിട്ട്. എല്ലാവരോടും നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എല്ലാം ഉണ്ടാവണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്